ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം, അല്ലെ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും പഠിക്കുന്നത് ഇനി നമ്മുടെ BFO അല്ലെങ്കിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോലുള്ള ഒരു എക്സാമിനാണ്. ഡിസംബർ 20-ാം തീയതിയാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. എല്ലാവരും അവരുടെ അവസാനഘട്ട പ്രിപ്പറേഷനിലാണ് അല്ലെങ്കിൽ തയ്യാറെടുപ്പിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ല, നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ ഈ ഒരു പ്രാവശ്യം ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിലുള്ള പഠനം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് വെക്കണം. നല്ല രീതിയിൽ തന്നെ ഇനിയുള്ള സമയങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ എന്തോരം നിയമനങ്ങൾ പോയിട്ടുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ലകളിൽ നിയമന സാധ്യതകൾ എന്താണ് എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ നോക്കിക്കൊള്ളുക, റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണവും ഇതുവരെ എത്ര നിയമനങ്ങൾ പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് മെയിൻ ലിസ്റ്റില് ഉൾപ്പെട്ടവര് 35 പേരാണ് തിരുവനന്തപുരത്ത് മെയിൻ ലിസ്റ്റില് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അതിൽ തന്നെ 28 പേർക്ക് നിയമനം നടന്നിട്ടുണ്ട്. നിയമനം മീൻസ് നിയമന ശുപാർശ പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അല്ലെ, കൊല്ലത്തിന്റെ കാര്യം നോക്കിക്കൊള്ളുക, 22 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അല്ലെ, 22 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 22 അഡ്വൈസുകൾ അവിടെ പോയിട്ടുണ്ട്, നിയമന ശുപാർശകൾ പോയിട്ടുണ്ട്. അതായത് മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും അഡ്വൈസ് പോയിട്ടുണ്ട് എന്നാണ്. അടുത്ത നോക്കിക്കൊള്ളുക, പത്തനംതിട്ട 49 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ 41 പേർക്കും പത്തനംതിട്ടയില് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇടുക്കിയിൽ നോക്കിക്കൊള്ളുക, 143 പേരാണ് മെയിൻ ലിസ്റ്റ് ഉള്ളത്. അല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അതിൽ 80 പേർക്ക് നിലവില് അഡ്വൈസ് പോയിട്ടുണ്ട്. കോട്ടയത്ത് 14 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ 3 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. എറണാകുളത്താകുമ്പോൾ 76 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. 37 പേർക്ക് എന്ത് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അല്ലെ, തൃശ്ശൂർ നോക്കിക്കൊള്ളുക, 32 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. 31 പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. പാലക്കാട് 97 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ 38 പേര് പാലക്കാട് അഡ്വൈസ് പോയിട്ടുണ്ട്. 38 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. മലപ്പുറത്ത് 26 പേരുണ്ട്. അതിൽ 23 പേർക്കും മലപ്പുറത്ത് അഡ്വൈസ് പോയിട്ടുണ്ട്. കോഴിക്കോട് 28 പേരുണ്ട് മെയിൻ ലിസ്റ്റില്. അതില് 26 പേർക്കും കോഴിക്കോട് അഡ്വൈസ് പോയിട്ടുണ്ട്. അല്ലെ, വയനാട് 65 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 21 പേർക്ക് വയനാട് അഡ്വൈസ് പോയിട്ടുണ്ട്. അതേപോലെ കണ്ണൂര് 31 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്. 10 പേർക്കാണ് കണ്ണൂരിൽ അഡ്വൈസ് പോയിട്ടുള്ളത്. കാസർഗോഡ് 24 പേര്, 9 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ നോക്കിക്കൊള്ളുക, നമ്മുടെ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂര്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ, ഇതൊക്കെയാണ് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ റാങ്ക് ലിസ്റ്റിലുള്ള ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ നിയമനങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളിനി പഠിക്കുമ്പോൾ മെയിൻ ലിസ്റ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആവാനായിട്ട് ശ്രമിക്കുക. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നിട്ടില്ല. അല്ലെ, തീർച്ചയായിട്ടും 3 വർഷമാണ്. നമ്മൾ സാധാരണ എക്സാം പോലെയല്ല, ഇപ്പൊ CPO അല്ലെങ്കിൽ സിവിൽ എക്സൈസർ പോലെയല്ല, അതൊക്കെ 1 ഇയർ ആണ്. പക്ഷെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് 3 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് ആണ്. അതിൽ ഓൾറെഡി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് തന്നെ, ഓൾറെഡി മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട മിക്ക ഉദ്യോഗാർത്ഥികൾക്കും തന്നെ എന്ത് പോയിട്ടുണ്ട്, നിയമന ശുപാർശ പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പല ജില്ലകളിലും മെയിൻ ലിസ്റ്റിലുള്ളവരുടെ ഇപ്പൊ നോക്കിക്കൊള്ളുക, കൊല്ലം ജില്ലയിലൊക്കെ നോക്കുവാണെങ്കിൽ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ നിയമന ശുപാർശ പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും മെയിൻ ലിസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഒരു എക്സാം വളരെ പെട്ടെന്ന് ഡിസംബർ എക്സാം നടക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ വളരെ എളുപ്പത്തിൽ കംപ്ലീറ്റ് ആക്കി പുതിയൊരു റാങ്ക് ലിസ്റ്റ് വളരെ വേഗത്തിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എന്തിനാ ശ്രമിക്കേണ്ടത്, റാങ്ക് ലിസ്റ്റിന്റെ മുൻപന്തിയിൽ തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ സ്വപ്ന ജോലിയായിട്ടുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇനി നമ്മുടെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തവരും അതേപോലെ കൺഫർമേഷൻ കൊടുത്തവരുമാണ്. തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ ഏകദേശം 34,000 പേരാണ് തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തത്. പക്ഷെ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വന്നപ്പോൾ അത് 29,000 ആയിട്ട് ചുരുങ്ങി. അതായത് പലരും കൺഫർമേഷൻ കൊടുക്കാൻ മറന്നുപോകും.
ഈ കൺഫർമേഷൻ കൊടുക്കാൻ മറന്നുപോയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ എക്സാം എഴുതാൻ സാധിക്കില്ല അല്ലേ. അതേപോലെ കൊല്ലത്ത് 21,000 പേരാണ് അപ്ലൈ ചെയ്തത്, പക്ഷേ 18,000 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. ഇനി നോക്കിക്കോളൂ, പത്തനംതിട്ടയിൽ 21,000 പേരാണ് അപ്ലൈ ചെയ്തത്, 19,000 പേരാണ് എന്ത് കൊടുത്തത്, കൺഫർമേഷൻ കൊടുത്തത് അല്ലെ. കോട്ടയം 12,000 പേര് 10,000 പേര് കൺഫർമേഷൻ കൊടുത്തു. ഇടുക്കിയിൽ 23,000 പേര് 23,000-ഓളം പേര് അപ്ലൈ ചെയ്തതാണ്, 21,000-ഓളം പേര് മാത്രമേ അവിടെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ അല്ലെ. എറണാകുളത്ത് 20,000 പേര് അപ്ലൈ ചെയ്തു, 17,243 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. തൃശ്ശൂർ 14,000 പേരാണ്, 12,000 പേരാണ് അവിടെ എന്ത് ചെയ്ത് കൺഫർമേഷൻ കൊടുത്തത്. പാലക്കാട് 25,000 പേര്, അതിൽ 22,000-ഓളം പേരാണ് അവിടെയും കൺഫർമേഷൻ കൊടുത്തത് അല്ലെ. മലപ്പുറം ടോട്ടൽ അപ്ലൈ ചെയ്ത 17,000 പേരാണ്, 14,000 പേര് കൺഫർമേഷൻ കൊടുത്തു. കോഴിക്കോട് ആകുമ്പോൾ 21,000 പേരാണ്, അതില് 18,000 പേരാണ് എന്ത് ചെയ്തത് കൺഫർമേഷൻ കൊടുത്തത്. വയനാട് എന്ന് പറയുന്ന 15,000-ഓളം പേരാണ്, അതില് 13,000 പേരാണ് വയനാടും കൺഫർമേഷൻ കൊടുത്തത്. കണ്ണൂർ 15,000 പേര്, 12,000 പേര് മാത്രമാണ് അവിടെ കൺഫർമേഷൻ കൊടുത്തത്. കാസർഗോഡ് 8,000 പേരാണ്, 7,000 പേരാണ് അവിടെ എന്ത് ചെയ്തത് കൺഫർമേഷൻ കൊടുത്തത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റാണ് നിങ്ങൾ കോമ്പറ്റേറ്റ് ചെയ്യാൻ പോണ ജില്ല ഏതാണോ ഈ ഓരോ ജില്ലകളിലും നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത് അല്ലെ, ഇത്രയും ഉദ്യോഗാർത്ഥികളോടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എറണാകുളം ജില്ലയിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ ആ എറണാകുളം ജില്ലയിൽ നിങ്ങൾ 17,000 പേരോടായിരിക്കും നിങ്ങൾ മത്സരിക്കാനായിട്ട് പോകുന്നത് അല്ലെ. 17,000 പേരോടായിരിക്കും മത്സരിക്കാനായിട്ട് പോകുന്നത്. ഈ 17,000 പേര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഇടാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ ഒരു 100 പേരായിരിക്കും മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. 100 പേരുടെ റാങ്ക് ലിസ്റ്റിലാണെങ്കിൽ നിങ്ങൾ ഈ 100-ൽ ഒരാളാകാനായിട്ട് ശ്രമിക്കണം. 100-ൽ ഒരാളാകാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് ചുരുക്കാനും സാധ്യതയുണ്ട്. ഞാനൊരു എസ്റ്റിമേറ്റ് പറഞ്ഞതേ ഉള്ളൂ. 100 പേര് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 100-ൽ ഒരാളാകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ റാങ്കിൽ എത്താനായിട്ട് ശ്രമിച്ചെങ്കിൽ മാത്രമേ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിലെ നിയമന നില വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ വേക്കൻസീസ് ഒക്കെ നമുക്ക് അടുത്ത തവണ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ BFO 75 ഡേയ്സ് എന്ന് പറയുന്ന ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻറ്റോട് കൂടി BFO എന്ന് പറയുന്ന ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. വളരെ കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കണക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.